അപ്പം അല്ലല്ല കുഴപ്പമില്ല സാർ, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ നമ്മൾ, അതല്ല ഇത്രയേ ഉള്ളൂ. അത് അപ്പം ഇവിടെ കോൺഗ്രസ് പച്ചയ്ക്ക് നടത്തുന്ന ആ വർഗീയ പ്രീണനം പച്ചയ്ക്ക് നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം മുസ്ലിം ലീഗ് ഇവിടെ നിൽക്കുന്നു. ഞാൻ പറയും ഈ തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വിസ്ഡം, പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് കാണിച്ചിട്ടുള്ള ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. അത്ര സേഫായിട്ടാണ് അവരവരുടെ സീറ്റുകൾ സെറ്റ് ചെയ്തതും അതിൻ്റെ അകത്ത് മത്സരിച്ചതുമല്ല. എത്ര ധൈര്യമായിട്ടാണ് നമ്മുടെ KM ഷാജി പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രശ്നം മതം തന്നെയാണ്, ഒരു സംശയമില്ല, മതം ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 10 വർഷങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ആർജവത്തോടു കൂടി സത്യസന്ധതയോടുകൂടി പറഞ്ഞാണത്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ആ സത്യസന്ധത വേറെ ആരും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ചങ്ങാത്ത ഇത്ര നാൾ ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ താങ്കൾ പറഞ്ഞ പോയിന്റൊക്കെ ഈ റൈറ്റ് വിങ് പോയിന്റുകളാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഗതി കഴിഞ്ഞ ഒരു 2-3 തെരഞ്ഞെടുപ്പുകളായി കണ്ടിന്യൂസ് ആയി പറയല്ലേ. ഇപ്പം നിലമ്പൂരിൽ നന്നായി പറഞ്ഞല്ലോ, ലോക്കൽ ബോഡിയിൽ നന്നായി പറഞ്ഞല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി പറഞ്ഞല്ലോ, വർക്കായില്ലല്ലോ. അതിനെല്ലാം ശേഷവും ജനം UDF-നും കോൺഗ്രസിനും വോട്ട് ചെയ്തതിന് ശേഷവും ഇതിവിടെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് CPM തന്നെ ഒന്ന് ഡൗൺ പ്ലേ ചെയ്തു അത്. കാരണം അത് അങ്ങനെ അല്ല, അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവുന്നു തോന്നുകയാണ്. ഞാൻ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നൊക്കെയുള്ള സംഗതി സമീപകാലത്ത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വർക്കായതായി കണ്ടില്ല കേട്ടോ. അതുകൂടി ഞാൻ ആഡ് ചെയ്യാം. അല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു, ഇപ്പോൾ ഈ KM ഷാജിയെ പോലുള്ളവരുടെ പ്രസ്താവന ശരിക്കും പൊതുജനം നമ്മുടെ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണ് നിഷാദേ. അത് വലിയ ചർച്ചാ വിഷയമാണിത്. ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും അധികം ശക്തമായി ഉന്നയിച്ച ഒരു വിഷയം അതായിരുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പുഷ് ചെയ്തതുമായൊരു വിഷയം അതായിരുന്നു.